ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരമ രവ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. രാജാഭിഷേകം. യുദ്ധം പറഞ്ഞ ഭരതനെ കണ്ടവർ എത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ. സന്തുഷ്ടനായ രഘുകുലനാഥനു മന്തൾമുദ വിമാനേന മാനേന പോയി. നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നഥ മന്ദം മഹീതലം തന്നീലിറങ്ങിനാൻ. പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിത്പുരുഷനരുൾ ചെയ്താനന്തരം ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നേ കണക്കെ വിശേഷിച്ചു നീ മുതാ. വന്നിടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയുമില്ലൊരുത്തനും എന്നരുൾ ചെയ്തതു കേട്ടു വന്ദിച്ചു പോയി. ചെന്നളകാപുരി പുക്കു വിമാനം. സോദരനോടും വസിഷ്ഠനാമാചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ. ആശീർവചനവും ചെയ്തു മഹാസനമാശു കൊടുത്തു വസിഷ്ഠ മുനീന്ദ്രനും. ദേശികാനുജ്ഞയാ ഭദ്രാസനേ ഭുവി ദാശരഥിയുമിരുന്നരുളിടിനാൻ. അപ്പോൾ ഭരതനും കേകയപുത്രിയും ഉൽപ്പല സംഭവ പുത്രൻ വസിഷ്ഠനും വാമദേവാദി മഹാമുനിവർഗവും ഭൂമിദേവോത്തമന്മാരുമമാത്യരും രക്ഷിക്ക ഭൂതലമെന്നപേക്ഷിച്ചിതു ലക്ഷ്മീപതിയായ രാമനോടന്നേരം. ബ്രഹ്മസ്വരൂപനാത്മാ രാമനീശ്വരൻ ജന്മനാശാദികളില്ലാത്ത മംഗലൻ നിർമ്മലൻ നിത്യൻ നിരൂപമനദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണനവ്യയൻ ചിന്മയൻ ജംഗമാജംഗമാന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തന്മഹാമായയാ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ. ഇങ്ങനെ അങ്ങവർ ചൊന്നതു കേട്ടളവിംഗിതജ്ഞൻ മന്ദഹാസപുരസരൻ. മാനസേ ഖേദമുണ്ടാകരുതാക്കുമേ ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ. എങ്കിലതിനൊരുക്കിടുകെല്ലാമെന്ന പങ്കജലോചനാനുജ്ഞയാ സംഭ്രമാൻ അശ്രുപൂർണാക്ഷനായി ശത്രുഘ്നനും തഥാ ശ്മശ്രൂനികൃന്തകന്മാരെ വരുത്തിനാൻ. സംഭാരവും അഭിഷേകാർത്ഥമേവരും സംഭരിച്ചിടിനാരാനന്ദചേതസാ. ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോവരനും ദിവാകരപുത്രനും മുൻപേ ജഡാഭാരശോധനയും ചെയ്തു
സമ്പൂർണമോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ടു മാല്യാനുലേവാദ്യലങ്കാരങ്ങളാണ്ടു കുതൂഹലം കൈക്കൊണ്ട നാരദം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദമലങ്കരിച്ചിടിനാർ. ശോഭയോടെ ഭരതൻ കുണ്ടലാദികൾ ആഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകീദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതിമുത വാനരനാരീജനത്തിനും കൗസല്യതാനാദരാൽ അലങ്കാരങ്ങൾ നൽകിനാൾ. അന്നേരമത്ര സുമന്ത്രർ മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ. രാജരാജൻ മനോവീരൻ ദയാപരൻ രാജയോഗ്യം മഹാസിന്ധനമേറിനാൻ. സൂര്യതനയനു മംഗദവീരനും മാരുതി താനും വിഭീഷണനും തഥാ ദിവ്യാംബരാഭരണാദ്യലങ്കാരേണ ദിവ്യഗജാശ്വരഥങ്ങളിലും മാറു നാഥന്നകം പടിയായി നടന്നിടിനാർ. സീതയും സുഗ്രീവ പത്നികളാദിയാം വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാപരിവൃതമാരായനന്തരം പിമ്പേ നടന്നിതു ശംഖനാദത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും ചാരുവെഞ്ചാമരം നക്തഞ്ചരേന്ദ്രനും. ശ്വേതാദപത്രം പിടിച്ചു ശത്രുഘ്നനും സോദരൻ ദിവ്യവചനവും വീനാൻ. മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ 10,000 വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാര ജനങ്ങളുമായി നടന്നിടിനാൻ. രാമനീ വണ്ണമെഴുന്നള്ളുന്നേരത്ത് രാമമാരും ചെന്നു ഹർമ്മ്യങ്ങളേറിനാർ. കണ്ണിനാനന്ദപൂരം പുരുഷം പരം പുണ്യപുരുഷമാലോക്യ നാരീജനം. ഗേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹപരവശമാരായി മരുവിനാർ. മന്ദമന്ദം ചെന്നു രാഘവൻ വാസവ മന്ദിര തുല്യമാം താതാലയം കണ്ടു. വന്ദിച്ചകം പുക്കുമാതാവു തൻ പദം വന്ദിച്ചിതന്യ പിതൃപ്രിയമാരയും. പ്രീത്യാ ഭരതകുമാരനോടന്നേരമാസ്ഥയാ ചൊന്നാനവിളംബിതം ഭവാൻ ഭാനുതനയനും നക്തഞ്ചരേന്ദ്രനും വാനരനായകന്മാർക്കും യഥോചിതം. സൗഖ്യേന വാഴ്വതിങ്ങോരോ ഗൃഹങ്ങളിലാക്കുക വേണമവരെ വിരയനീം എന്നതു കേട്ടതോ ചെയ്താൻ ഭരതനും. ചെന്നവരോരോ ഗൃഹങ്ങളിൽ മേവിനാർ. സുഗ്രീവനോടു പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേക കർമ്മവും മംഗലമമ്മാറു നീ കഴിച്ചിടണ മംഗദനാദികളോടും യഥാവിധി.
നാലു സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും. എങ്കിലോ ജാമ്പവാനും മരുത്പുത്രനും അംഗദൻ താനും സുഷേണനും വൈകാതെ സ്വർണ കലശങ്ങൾ തന്നിൽ മലയജ പർണേന വായ്ക്കെട്ടി വാരിയും പൂരിച്ചു. കൊണ്ടുവരികെന്നയച്ചോരളവർ കൊണ്ടുവന്നിടിനാരങ്ങനെ സത്വരം. പുണ്യനദീജലം പുഷ്കരമാദിയാമന്യതീർത്ഥങ്ങളിലുള്ള സലീലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടവൃന്ദം വരുത്തിനാർ തൽക്ഷണേ. ശത്രുഘ്നനും അമാത്യൗഘവുമായി മറ്റു ശുദ്ധ പദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാർ. രത്നസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയെയും വാമഭാഗേ വിനിവേശ. വാമദേവൻ മുനിജാപാലി കൗതമൻ വാൽമീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്കഭിഷേകവും ചെയ്തിതു. പൊന്നിൻ കലശങ്ങളായിരത്തെട്ടു മങ്ങന്യൂന ശോഭം ജപിച്ചാർ മുറകളും. നക്തഞ്ജരേന്ദ്രനും വാനരവീരനും രത്നദണ്ഡം പൂണ്ട ചാമരം വീണാർ. ശത്രുഘ്നവീരൻ കുട പിടിച്ചിടിനാൻ ക്ഷത്രിയ വീരരുപചരിച്ചിടിനാർ. ലോകപാലന്മാരുപദേവതമാരുമാകാശമാർഗെ പുകഴ്ന്നു നിന്നിടിനാർ. മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ മനുകുലനാഥനു. സർവരത്നോജ്വലമായ ഹാരം പുനരുർവീശ്വരനുമലങ്കരിച്ചിടിനാൻ. ദേവഗന്ധർവയക്ഷാപ്സരോ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാർ. പൂർണ്ണഭക്ത്യാ പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും. സ്നിഗ്ധ ദുർവാദള ശ്യാമളം കോമളം പത്മപത്രേക്ഷണം സൂര്യകോടിപ്രഭം. ഹാരകിരീട വിരാജിതം രാഘവം മാരസമാനലാവണ്യം മനോഹരം. പീതാംബര പരിശോഭിതം ഭൂധരം സീതയാ വാമാംഗസംസ്ഥയാ രാജിതം. രാജരാജേന്ദ്രം രഘുകുലനായകം രാജീവബാന്ധവ വംശസമുദ്ഭവം. രാവണനാശനം രാമം ദയാപരം സേവകാഭീഷ്ടം സേവ്യമനാമയം. ഭക്തി കൈക്കൊണ്ടു മാദേവിയോടും വന്നു ഭർഗരും അപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാർ. രാമായ ശക്തിയുക്തായ നമോ നമഃ ശ്യാമള കോമള രൂപായ തേ നമഃ. കുണ്ടലീനാഥ തൽപായ നമോ നമഃ കുണ്ടലമണ്ഡിത ഗണ്ഡായ തേ നമഃ. ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാരകിരീടധരായ നമോ നമഃ. ആദിമധ്യാന്തഹീനായ നമോ നമഃ വേദസ്വരൂപായ രാമായ തേ നമഃ. വേദാന്തവേദ്യായ വിഷ്ണവേ തേ നമോ
വേദജ്ഞവന്ദ്യായ നിത്യായ തേ നമഃ. ചന്ദ്രചൂടൻ പുകഴ്ന്നോരു നേരം വിബുധേന്ദ്രനും ഭക്ത്യാ പുകഴ്ത്തി തുടങ്ങിനാൻ. ബ്രഹ്മവരം കൊണ്ടഹങ്കൃതനായൊരു ദുർമതമേറിയ രാവണ രാക്ഷസൻ മത്പദമെല്ലാം അടക്കിനാൻ കശ്മലൻ. തൽപുത്രനെന്നെ ബന്ധിച്ചു മഹാരനെ. ത്വത്പ്രസാദത്താൽ അവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്കു ലഭിച്ചിരു സൗഖ്യവും. അന്നന്നിവണ്ണമോരോ തരമാപത്തു വന്നാലതും തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ ഇത്ര കാരുണ്യമൊരുത്തർക്കുമില്ലെന്നതുത്തമ പുരുഷ ഞാൻ പറയണമോ. എല്ലാം ഭവത്കരുണാബലമെന്നി മറ്റില്ലൊരാലംബനം നാഥ നമോസ്തുതേ. ആദിത്യരുദ്രവസുപ്രമുഖന്മാരുമാതിഥേയോത്തമന്മാരുമതു നേരം ആശരവംശ വിനാശനാകിയ ദാശരഥിയെ വെവ്വേറെ പുകഴ്ത്തിനാർ. യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ടാൻ അജ്ഞാനിയാകിയ രാവണ രാക്ഷസൻ. ത്വത്കടാക്ഷത്താൽ അതൊക്കെ ലഭിച്ചിതു, ദുഃഖവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ. ത്വത്പാദപത്മം ഭജിപ്പതിനെപ്പോഴും ചിത്പുരുഷ പ്രഭോ നൽകിയിടനുഗ്രഹം. രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ തേ നമഃ. ഭക്ത്യാ പിതൃക്കളും ശ്രീരാമഭദ്രനെ ചിത്തമഴിഞ്ഞു പുകഴ്ന്നു തുടങ്ങിനാർ. ദുഷ്ടനാം രാവണൻ നഷ്ടനായാനിന്നു തുഷ്ടരായി വന്നിതു ഞങ്ങളും ദൈവമേ. പുഷ്ടിയും വാച്ചിതു ലോകത്രയത്തിങ്കലിഷ്ടിയുമുണ്ടായിതിഷ്ടലാഭത്തിനാൽ. പിണ്ടോദകങ്ങളുദിക്കായ കാരണം ദണ്ഡവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ. യക്ഷന്മാരൊക്കെ സ്തുതിച്ചാരനന്തരം രക്ഷോ വിനാശനനാകിയ രാമനെ. രക്ഷിതന്മാരായി ചമഞ്ഞിതു ഞങ്ങളും രക്ഷോവരനെ വധിച്ച മൂലം ഭവാൻ. പക്ഷീന്ദ്രവാഹന പാപവിനാശന രക്ഷ രക്ഷ പ്രഭോ നിത്യം നമോസ്തുതേ. ഗന്ധർവസംഘവുമൊക്കെ സ്തുതിച്ചിതു പങ്ക്തി കണ്ഠാന്തകൻ തന്നെ നിരാമയം. അന്ധനാം രാവണൻ തന്നെ ഭയപ്പെട്ടു സന്തതം ഞങ്ങളൊളിച്ചു കിടന്നതും. ഇന്നു തുടങ്ങി തവ ചരിത്രങ്ങളും നന്നായി സ്തുതിച്ചു പാടിക്കൊണ്ട നാരദം. സഞ്ചരിക്കാമിനി കാരുണ്യവാരിധേ നിൻചരണാംബുജം നിത്യം നമോ നമഃ. കിന്നരന്മാരും പുകഴ്ന്നു തുടങ്ങിനാർ മന്നവൻ തന്നെ മനോഹരമാം വണ്ണം. ദുർനയമേറിയ രാക്ഷസരാജനെ കൊന്നു കളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ച നിന്നെ ഭജിപ്പാനവകാശമുണ്ടായി വന്നതും നിങ്ങളുടെ കാരുണ്യവൈഭവം. പന്നഗതൽപേ വസിക്കും ഭവത്പദം വന്ദാമഹേ വയം വന്ദാമഹേ വയം.
കിം പുരുഷന്മാർ പരം പുരുഷൻ പദം സംഭാവ്യ ഭക്ത്യാ പുകഴ്ന്നാരതിദ്രുതം. കമ്പിതന്മാരായി വയം ഭയം പൂണ്ടൊളിച്ചൻ പോറ്റി രാവണനെന്നു കേൾക്കുന്നേരം അമ്പരമാർഗേ നടക്കുമാറില്ലിനി നിൻ പാദപത്മം ഭജിക്കായി വരേണമേ. സിദ്ധസമൂഹവും അപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം പുകഴ്ത്തി തുടങ്ങിനാർ. യുദ്ധേ ദശഗ്രീവനെ കൊന്നു ഞങ്ങൾക്കു ചിത്തഭയം തീർത്ത കാരുണ്യവാരിധേ. രക്താരവിന്ദാഭ പൂണ്ട ഭവത്പദം നിത്യം നമോ നമോ നിത്യം നമോ നമഃ. വിദ്യാധരന്മാരും അത്യാദരം പൂണ്ടു ഗദ്യപദ്യാദികൾ കൊണ്ടു പുകഴ്ത്തിനാർ. വിദ്വജ്ജനങ്ങൾക്കുമുള്ളിൽ തിരിയാതെ തത്വാത്മനെ പരമാത്മനെ തേ നമഃ. ചാരുരൂപം തേടും അപ്സരസാം ഗണം ചാരണന്മാരുരകന്മാർ മരുത്തുക്കൾ. തുമ്പുരു നാരദ ഗുഹ്യക വൃന്ദവും അമ്പരചാരികൾ മറ്റുള്ളവർകളും സ്പഷ്ടവർണ്ണോദ്യൻ മധുര പദങ്ങളാൽ തുഷ്ട്യാ കണക്കെ സ്തുതിച്ചോരനന്തരം. രാമചന്ദ്രാനുഗ്രഹേണ സമസ്തരും കാമലാഭേന നിജ നിജ മന്ദിരം പ്രാപിച്ചു. താരക ബ്രഹ്മവും ധ്യാനിച്ചു താപത്രയവുമകന്നു വാണിടിനാൻ. സച്ചിത് പരബ്രഹ്മപൂർണമാത്മാനന്ദമച്യുതമദ്വയമേകമനാമയം ഭാവനയാ ഭഗവത് പദാംഭോജവും സേവിച്ചിരുന്നാർ ജഗത്രയവാസികൾ. സിംഹാസനോപരി സീതയാ സംയുതം സിംഹപരാക്രമം സൂര്യകോടിപ്രഭം. സോദര വാനര താപസ രാക്ഷസ ഭൂദേവ വൃന്ദ നിഷേവ്യമാണം പരം. രാമാഭിഷേക തീർത്ഥാർദ്രമാം വിഗ്രഹം ശ്യാമളം കോമളം ചാമീകരപ്രഭം. ചന്ദ്രബിംബാദനം ചാർവായതഭുജം ചന്ദ്രികാമന്ദഹാസോജ്വലം രാഘവം. ധ്യാനിപ്പവർക്കഭീഷ്ടാസ്പദം കണ്ടു കണ്ടാനന്ദമുൾക്കൊണ്ടിരുന്നിതെല്ലാവരും. രാജ്യാഭിഷേകം. ഇത്തം പറഞ്ഞ ഭരതനെ കണ്ടവർ എത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഭരതനെ എല്ലാവരും പ്രശംസിച്ചു. സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുദ വിമാനേന മാനേന വളരെയധികം ബഹുമാനിക്കപ്പെട്ടിട്ട് നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നഥ മന്ദം വളരെ പതുക്കെ മഹീതലം തന്നിൽ ഇറങ്ങിനാൻ. അവിടെ നന്ദിഗ്രാമത്തിൽ ഭൂമിയിലേക്ക് പുഷ്പക വിമാനത്തിൽ ഭഗവാൻ വന്നിറങ്ങി. എന്നിട്ട് പുഷ്പകമായ വിമാനത്തെ മാനിച്ച് ആ വിമാനത്തെ ബഹുമാനിച്ചുകൊണ്ട് ചിത് പുരുഷൻ ഭഗവാൻ ഇപ്രകാരം അരുൾ ചെയ്താൻ. അനന്തരം ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ. കാരണം പുഷ്പക വിമാനം കുബേരന്റെയാണ്. രാവണൻ ബലാത്കാരമായിട്ട് കുബേരനിൽ നിന്ന് വാങ്ങിയതാണ്. അതുകൊണ്ട് ഇനി നീ നിന്റെ യഥാർത്ഥ യജമാനന്റെ അടുത്തേക്ക് പോവുക എന്നാണ് ഭഗവാൻ പറഞ്ഞത്. നീ പോയി വൈശ്രവണൻ തന്നെ മുന്നേ കണക്കെ വിശേഷിച്ച് പണ്ട് എങ്ങനെ കുബേരനെ പൂജിച്ചുവോ അല്ലെങ്കിൽ കുബേരനെ സേവിച്ചുവോ അതുപോലെ നീ ചെല്ലുക, സന്തോഷത്തോടെ ചെല്ലുക. ഇനി എപ്പോഴെങ്കിലും എനിക്ക് ആവശ്യമുള്ളപ്പോൾ വന്നിടൂ. ഞാൻ നിരൂപിക്കുന്ന നേരത്ത്, ഞാൻ മനസ്സിൽ ചിന്തിക്കുമ്പോൾ നീ വരിക.
നിന്നെ വിരോധിക്കയുമില്ല ഒരുത്തനും നിന്നെ വിരോധിക്കുകയില്ല. നിന്നോട് വളരെ ബഹുമാനത്തോടെ ഇനിയുള്ള കാലം നീ അറിയപ്പെടും എന്ന് അർത്ഥമാക്കാം എന്നരുൾ ചെയ്തത് കേട്ട് വന്ദിച്ചുപോയി ചെന്നളകാപുരി പുക്കു വിമാനവും. കുബേരന്റെ രാജധാനിയായ അളകാപുരിയിലേക്ക് ആ പുഷ്പക വിമാനം പോയി. പിന്നീട് ശ്രീരാമചന്ദ്രൻ സോദരനോടും വസിഷ്ഠനാം ആചാര്യപാദം, തന്റെ ഗുരുനാഥനായിട്ടുള്ള വസിഷ്ഠ മഹർഷിയുടെ പാദം നമസ്കരിച്ചു രഘുനായകൻ. അപ്പോൾ ആശീർവചനവും ചെയ്ത് വസിഷ്ഠൻ തിരിച്ച് ഇവരെ ആശീർവദിച്ചു. എന്നിട്ട് മഹാ ആസനം ആശു, രാജസിംഹാസനം കൊടുത്തു വസിഷ്ഠമുനീന്ദ്രനും. ദേശിക അനുജ്ഞയ, ദേശികൻ എന്നാൽ ഗുരു, ഗുരുവിന്റെ ആജ്ഞ അനുസരിച്ചിട്ട് ഭദ്രാസനെ, ആ വിശിഷ്ടമായ സിംഹാസനത്തിൽ ഈ ഭൂമിയിൽ ദാശരഥിയും ഇരുന്നരുളിയിടിനാൻ. ശ്രീരാമചന്ദ്രൻ അങ്ങനെ വിരാജിച്ചു. അപ്പോൾ ഭരതനും കേകയപുത്രിയും ഉത്പലസംഭവപുത്രൻ ബ്രഹ്മാവിന്റെ പുത്രനായ വസിഷ്ഠനും വാമദേവാദി മഹാമുനിവർഗവും ഭൂമിദേവോത്തമന്മാരും ബ്രാഹ്മണന്മാരും അമാത്യരും മന്ത്രിമാരും രക്ഷിക്ക ഭൂതലം എന്നപേക്ഷിച്ചിതു. ഇനി ഞങ്ങളെ കൈവിടരുത്, ഈ രാജ്യത്തെ രക്ഷിക്കുക എന്ന് ലക്ഷ്മീപതിയായ രാമനോട് അന്നേരം അപേക്ഷിച്ചു. ബ്രഹ്മസ്വരൂപൻ ആത്മാരാമൻ ഈശ്വരൻ, ബ്രഹ്മസ്വരൂപനും തന്നിൽ തന്നെ രമിക്കുന്നവനുമായ ആ പരമേശ്വരൻ, പരമേശ്വരൻ എന്നാൽ എല്ലാറ്റിനും ഉപരിയായിട്ടുള്ള ഈശ്വരൻ, ജന്മനാശാദികളില്ലാത്ത മംഗളസ്വരൂപൻ, നിർമ്മലൻ, നിത്യൻ, നിരുപമൻ, അദ്വയൻ, നിർമ്മമൻ, നിഷ്കളൻ, നിർഗുണൻ, അവ്യയൻ, ചിന്മയൻ, ജംഗമ അജംഗമ അന്തർഗതൻ, സ്ഥാവരവും ജംഗമവുമായിട്ട് ഈ ഭൂലോകത്തിൽ എന്തൊക്കെയുണ്ടോ, ഈ ലോകത്തിൽ തന്നെ എന്തൊക്കെയുണ്ടോ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആ ചിത് സ്വരൂപം, സന്മയൻ, സത്തായിരിക്കുന്ന സത്യസ്വരൂപൻ, സനാതനൻ, തൻ മഹാമായയാ സർവലോകങ്ങളും, ആ ഭഗവാൻ തന്റെ മഹാമായ കൊണ്ട് സർവലോകങ്ങളും നിർമ്മിക്കുന്നു, എന്നിട്ട് അവയെ പരിപാലിക്കുന്നു, രക്ഷിച്ചു സംഹരിക്കുന്നവൻ. ഇങ്ങനെ അങ്ങവർ ചൊന്നതു കേട്ടളവ് ഇംഗിതജ്ഞൻ, അവിടെയുള്ള എല്ലാവരുടെയും ഇംഗിതം മനസ്സിലാക്കിയവനായ ആ ഭഗവാൻ മന്ദഹാസപുരസ്സരം ഇപ്രകാരം പറഞ്ഞു: മാനസേ ഖേദമുണ്ടാകരുതാർക്കുമേ, ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ. എല്ലാവരുടെയും ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ രാജാവായിട്ടിരിക്കാൻ സന്നദ്ധനാണ്. എങ്കിൽ അതിനൊരുക്കിയിടുകെല്ലാം, എങ്കിൽ പിന്നെ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയാലും എന്ന പങ്കജലോചന അനുജ്ഞയാ സംഭ്രമാത് അശ്രുപൂർണാക്ഷനായി ശത്രുഘ്നനും തഥാ. അങ്ങനെ ഇത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും വലിയ സന്തോഷമായി. ആ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ ശത്രുഘ്നനൊക്കെ ശ്മശ്രു നികൃന്തകന്മാരെ വരുത്തിനാൻ. 14 വർഷമായിട്ട് ജടയും താടിയും മുടിയും ഒക്കെ വളർന്നിരിക്കുകയാണ്. അപ്പോൾ ശ്മശ്രു നികൃന്തകന്മാർ, ശ്മശ്രു എന്നാൽ താടിയൊക്കെ വടിച്ചു കൊടുക്കുന്ന, വൃത്തിയാക്കി കൊടുക്കുന്നവരെ വരുത്തിനാൻ. മാത്രമല്ല സംഭാരവും അഭിഷേകാർത്ഥം ഏവരും സംഭരിച്ചിടിനാർ ആനന്ദചേതസ. പിന്നെ ഒരു ഉത്സവമാണ് അവിടെ. എല്ലാവരും അഭിഷേകാർത്ഥം സംഭാരമൊക്കെ സംഭരിച്ചിടിനാർ, കൊണ്ടുവന്നു. ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോവരനും വിഭീഷണനും ദിവാകരപുത്രനും സുഗ്രീവനും ഇവരെല്ലാവരും മുൻപേ ജഡാഭാര ശോധന, ജഡയുടെ ആ ഭാരം ഇല്ലാതാക്കി, ജഡാഭാര ശോധനയും ചെയ്തു. സമ്പൂർണമോദം കുളിച്ചു. എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ദിവ്യ അമ്പരം പൂണ്ടു. ആ സന്യാസ വസ്ത്രം, മരവുരിയൊക്കെ ഉപേക്ഷിച്ചിട്ട് മനോഹരമായ വസ്ത്രങ്ങൾ ഉടുത്തു. മാല്യ അനുലേപാദ്യലങ്കാരങ്ങൾ, മാല ധരിച്ചു. ഒരുപാട് ലേപനങ്ങൾ കൊണ്ട് ശരീരം സുഗന്ധപൂരിതമാക്കി അലങ്കാരങ്ങൾ ധരിച്ചു. ഇങ്ങനെ കുതൂഹലം കൈക്കൊണ്ട് അനാരതം. ശ്രീരാമചന്ദ്രൻ ആളാകെ മാറി. മുനിവേഷധാരിയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ രാജാവിന്റെ വേഷഭൂഷാദികളിലേക്ക് ശ്രീരാമചന്ദ്രൻ മാറി. ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദം അലങ്കരിച്ചിടിനാർ. ശോഭയോടെ ഭരതൻ കുണ്ടലാദികൾ ആഭരണങ്ങളെല്ലാം അനുരൂപമായി. അതുപോലെ ഭരതനും
എല്ലാവരും അണിഞ്ഞൊരുങ്ങുകയാണ്. ഇവിടെ ശ്രീരാമചന്ദ്രൻ മാത്രമല്ല, എല്ലാവരും അവരവരുടെ ജടകളൊക്കെ അഴിച്ച് കുളിച്ച്, കാരണം ഭരതനും ജടയുണ്ട്, ശത്രുഘ്നനുണ്ട്, ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഒരു തപസ് പോലെ തന്നെയാണ്. അതാണ് എല്ലാവരും ജടാഭാരമൊക്കെ കളഞ്ഞ് കുളിച്ച് ശുദ്ധരായി. ഇനി ജാനകി ദേവിയെ രാജനാരീജനം മാനിച്ച് അലങ്കരിപ്പിച്ചാരതിമുത. അതുപോലെ സീതാദേവിയെയും എല്ലാവരും അലങ്കരിച്ചു. വാനരനാരീജനത്തിനും കൗസല്യതാൻ ആദരാൽ അലങ്കാരങ്ങൾ നൽകിനാൾ. അതുപോലെ തന്നെ വാനരന്മാരുടെ ഭാര്യമാർക്കും കൗസല്യാദേവി എല്ലാ അലങ്കാരങ്ങളെയും കൊടുത്തു. അന്നേരം അത്ര സുമന്ത്രർ മഹാരഥം നന്നായി ചമച്ച് യോജിപ്പിച്ചു നിർത്തിനാൻ. ഇവിടെ നഗരം എന്ന് പറയുമ്പോൾ വലിയ ഒരു വിസ്താരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു മാളികയിലേക്കോ അല്ലെങ്കിൽ രാജഗൃഹത്തിലേക്കോ പോകണമെങ്കിൽ പല്ലക്ക് വേണം. അതിനായിട്ട് സുമന്ത്രർ രഥം നന്നായി യോജിപ്പിച്ചു നിർത്തിനാർ. രാജരാജൻ മനുവീരൻ ദയാപരൻ രാജയോഗ്യം മഹാസ്യന്തനം ഏറിനാർ. വലിയ ആ രഥത്തിലേക്ക് ശ്രീരാമചന്ദ്രൻ കരേറി. സൂര്യതനയനും അംഗദവീരനും മാരുതിതാനും വിഭീഷണനും തഥാ ദിവ്യാംബരാഭരണാദ്യലങ്കാരേണ ദിവ്യഗജ അശ്വരഥങ്ങളിലമ്മാറു നാഥന് അകമ്പടിയായി നടന്നിടിനാർ. ഇവരെല്ലാവരും ഓരോ രഥങ്ങളിലായിട്ട് നാഥന് ശ്രീ ഭഗവാന് അകമ്പടിയായി നടന്നിടിനാർ. സീതയും സുഗ്രീവ പത്നികളാദിയാം വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാപരിവൃതമാരായി അനന്തരം പിൻപേ നടന്നിതു ശംഖനാദത്തോടും. സീതയും മറ്റുള്ള എല്ലാ വാനര ഭാര്യമാരും എല്ലാവരും അവർക്ക് പുറകെയായിട്ട് ഓരോരോ രഥങ്ങളിലായിട്ട് പോവുകയാണ്. അങ്ങനെ ഒരു ഗംഭീര ഘോഷയാത്രയായിട്ടാണ് ആ ഒരു യാത്ര പോകുന്നത്. ഗംഭീര വാദ്യഘോഷങ്ങളോടും തഥാ സാരഥ്യവേല കൈക്കൊണ്ടാൻ ഭരതനും. ഭരതൻ സാരഥിയായിട്ടിരുന്നു. ചാരു വെഞ്ചാമരം നക്തഞ്ചരേന്ദ്രനും. വെഞ്ചാമരം വീശുന്നത് വിഭീഷണനാണ്. ശ്വേത ആതപത്രം വെളുത്ത കുട വെൺകൊറ്റക്കുട പിടിച്ച് ശത്രുഘ്നനും. സോദരൻ ദിവ്യ വ്യജനവും വീനാൻ. അതുപോലെ ദിവ്യമായിട്ടുള്ള വിശറി അങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. മാനുഷവേഷം ധരിച്ച് ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ 10,000 വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാരജനങ്ങളുമായി നടന്നിടിനാർ. അവരൊക്കെ തന്നെ ആനയുടെ മുകളിൽ ഏറിയിട്ട് പരിവാരങ്ങളുമായിട്ട് അങ്ങനെ നടക്കുകയാണ്. രാമൻ ഈ വണ്ണം എഴുന്നള്ളും നേരത്ത് രാമമാരും സുന്ദരിമാരും അന്തഃപുരത്തിലുള്ള മറ്റ് സ്ത്രീകളും അവരൊക്കെ ഓരോ മണിമാളികയിൽ കരേറി. എന്നിട്ട് ഭഗവാനെ ഇങ്ങനെ കണ്ണിറയെ കാണുകയാണ്. കണ്ണിനാനന്ദപൂരം പുരുഷം പരം. പുണ്യപുരുഷമാലോക്യ നാരീജനം ഗേഹധർമ്മങ്ങളുമൊക്കെ മറന്നു. അവർ അവരുടെ വീട്ടിലെ മറ്റു കാര്യങ്ങളൊക്കെ മറന്നുപോയി. ഭഗവാനെ കണ്ടിട്ടങ്ങനെ മോഹപരവശമാരായി മരുവിനാർ. മന്ദമന്ദം ചെന്നു രാഘവൻ വാസവമന്ദിര തുല്യമാം. ഇന്ദ്രന്റെ ആ രാജധാനി പോലെയുള്ള താതാലയം തന്റെ അച്ഛന്റെ ഗൃഹത്തിലേക്ക്, അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ താമസിച്ചിരുന്ന ആ കൊട്ടാരത്തിലേക്ക് പോയി. താതാലയം കണ്ട് വന്ദിച്ച് അകം പൊക്കു. ഉള്ളിൽ കയറി. അവിടെ കൗസല്യാദേവിയുണ്ട്. മാതാവ് തൻ പദം വന്ദിച്ചിരന്യ പിതൃ പ്രിയമാരെയും മറ്റുള്ള രാജഭാര്യമാരെയും വന്ദിച്ചു. പ്രീത്യ ഭരതകുമാരനോട് അന്നേരം ആസ്ഥയ വളരെ താല്പര്യത്തോടുകൂടെ ഭഗവാൻ ചൊന്നാൻ അവിളംബിതം ഒട്ടും താമസിക്കാതെ പറയുകയാണ്. ഭവാൻ ഭാനുതനയനും നക്തഞ്ചരേന്ദ്രനും വാനരനായകന്മാർക്കും യഥോചിതം സൗഖ്യേന വാഴ്വതിന് ഓരോ ഗൃഹങ്ങളിലാക്കുക വേണം അവരെ വിരയേ നീ. ഇപ്പോൾ അവരൊക്കെ നമ്മുടെ അതിഥികളാണ്. അവരെ വേണ്ട വിധം സത്കരിക്കണം. ഓരോരുത്തർക്കും ഓരോ മണിമാളിക കൊടുത്ത് അവരെ വേണ്ട വിധത്തിൽ പരിചരിക്കണം എന്നതു കേട്ടത് ചെയ്താൻ ഭരതനും ചെന്നവരോരോ ഗൃഹങ്ങളിൽ മേവിനാർ. സുഗ്രീവനോട് പറഞ്ഞു ഭരതനും, അഗ്രജൻ ഇപ്പോൾ അഭിഷേക കർമ്മവും മംഗലമമ്മാറു നീ കഴിച്ചിടണം അംഗദനാദികളോടും യഥാവിധി. ജ്യേഷ്ഠന്റെ അഭിഷേക കർമ്മം ചെയ്യാൻ വേണ്ടി സുഗ്രീവനോട് പറയുകയാണ് ഭരതൻ. 4 സമുദ്രത്തിലും ചെന്ന് തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും. 4 സമുദ്രങ്ങളിൽ നിന്നുള്ള തീർത്ഥജലം കൊണ്ടുവരണം.
എങ്കിലോ ജാംബവാനും മരുത്പുത്രനും അംഗദൻ താനും സുഷേണനും ഇവർ 4 പേരും വൈകാതെ സ്വർണ കലശങ്ങൾ, സ്വർണകുംഭം, സ്വർണക്കുടങ്ങൾ തന്നിൽ മലയജപർണം, ചന്ദനത്തിന്റെ ഇല കൊണ്ട് വായ്ക്കെട്ടി വാരിയും പൂരിച്ചു ജലം നിറച്ചിട്ട് കൊണ്ടുവരിക എന്ന് അയച്ചോരളവ് അങ്ങനെ പറഞ്ഞപ്പോൾ അവർ കൊണ്ടുവന്നിടിനാർ. അങ്ങനെ സത്വരം വളരെ പെട്ടെന്ന് തന്നെ അവർ പോയി തിരിച്ചു വരികയും ചെയ്തു. പുണ്യനദീജലം പുഷ്കരമാദിയാം അന്യതീർത്ഥങ്ങളിലുള്ള സലിലവും, പുഷ്കരം തുടങ്ങിയ പുണ്യതീർത്ഥങ്ങളിലെ വെള്ളം, അങ്ങനെ ഏതൊക്കെ പുണ്യതീർത്ഥങ്ങളുണ്ടോ അവയിൽ നിന്നൊക്കെയുള്ള സലിലവുമൊക്കെ വരുത്തി, വെള്ളം വരുത്തി, മറ്റുള്ള പദാർത്ഥങ്ങൾ അല്ലാതെ തന്നെ അഭിഷേകത്തിന് വേണ്ടുന്നത് എന്തൊക്കെയാണോ എല്ലാം മർക്കടവൃന്ദം വരുത്തിനാർ തൽക്ഷണേ. ശത്രുഘ്നനും അമാത്യ ഔഘവുമായി മറ്റ് ശുദ്ധപദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാർ. എന്തൊക്കെയാണോ വേണ്ടത് എല്ലാം അവർ വേണ്ട രീതിയിൽ അത് സംഭരിക്കുകയാണ്. രത്നസിംഹാസനെ രാമനെയും ചേർത്ത് പത്നിയെയും സീതാദേവിയെ വാമഭാഗെ ഇടതുഭാഗത്തായി വിനിവേശ്യ വാമദേവൻ, മുനി ജാബാലി മഹർഷി, അതുപോലെ ഗൗതമൻ, വാൽമീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ, വസിഷ്ഠ മഹർഷിയാണ് അവരുടെ രാജഗുരു, അങ്ങനെ രാജഗുരുവായ വസിഷ്ഠ മഹർഷിയോടും ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിതു. അങ്ങനെ അയോധ്യാവാസികളുടെ ചിരകാല അഭിലാഷം പൂവണിഞ്ഞു. ശ്രീരാമചന്ദ്രൻ അയോധ്യയുടെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. പൊന്നിൻ കലശങ്ങൾ 1008 കുടം നിറച്ച വെള്ളമാണ്. അങ്ങ് അന്യൂനശോഭം ജപിച്ചാർ മുറകളും, എല്ലാവരും വേദമന്ത്രങ്ങൾ അങ്ങനെ ജപിക്കുകയാണ്. നക്തഞ്ചരേന്ദ്രനും വാനരവീരനും രത്നദണ്ഡം പൂണ്ട ചാമരം, രത്നം പതിപ്പിച്ച ചാമരം വീയിനാർ, വീശിക്കൊണ്ടേയിരുന്നു. ശത്രുഘ്നവീരൻ കുടപിടിച്ചിടിനാൻ. ക്ഷത്രിയ വീരർ മറ്റുള്ള നാട്ടുരാജാക്കന്മാർ ഉപചരിച്ചിടിനാർ. ലോകപാലന്മാരും ലോകത്തെ സംരക്ഷിക്കുന്ന അഷ്ടദിക്പാലന്മാരും ഉപദേവതമാരും ആകാശമാർഗെ പുകഴ്ന്നു നിന്നിടിനാർ. മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം. ആ സമയം ദേവേന്ദ്രൻ വായുഭഗവാന്റെ കയ്യിൽ ഒരു ദിവ്യഹാരം കൊടുത്തയച്ചു. മഹേന്ദ്രൻ മനുകുലനാഥന് ശ്രീരാമചന്ദ്രന് സർവരത്നോജ്വലമായ ഹാരം പുനരുർവീശ്വരനും സീതാപതിയായ ഭഗവാനും അത് അലങ്കരിച്ചിടിനാൻ. ദേവഗന്ധർവ യക്ഷ അപ്സരോ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാർ. പൂർണ്ണഭക്തിയാ പുഷ്പവൃഷ്ടിയും ചെയ്ത് കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും. സ്നിഗ്ധ ദുർവാദള ശ്യാമളം കോമളം, ദുർവാദളം എന്നാൽ കറുകപ്പുല്ല്, കറുകപ്പുല്ലിന്റെ ആ ഒരു ശ്യാമള ശോഭയുള്ള ഭഗവാൻ, പത്മപത്രേക്ഷണം താമര ഇതളിന്റെ കണ്ണുകൾ, അതുപോലെയുള്ള കണ്ണുകൾ, സൂര്യകോടി പ്രഭം ഹാര കിരീട വിരാജിതം രാഘവം, മാരസമാനൻ സാക്ഷാൽ കാമദേവനെ പോലെയുള്ള അത്രയും സുന്ദരനായിട്ടുള്ള ലാവണ്യം മനോഹരം, പീതാംബര പരിശോഭിതം ഭൂധരം, മഞ്ഞപ്പട്ടുടയാടയൊക്കെ ധരിച്ച ഭൂധരം, ഇപ്പോൾ ഭൂമിയെ ധരിച്ചിരിക്കുന്ന, വാമാംഗ സംസ്ഥയാ സീതയാ, തന്റെ ഇടത്തെ മടിയിലിരിക്കുന്ന സീതയോടുകൂടെ രാജിതം അങ്ങനെ വിരാജിക്കുന്ന, രാജരാജേന്ദ്രം രഘുകുല നായകം, രാജീവ ബാന്ധവ വംശസമുദ്ഭവം. രാജീവം താമര, താമരയുടെ ബന്ധു സൂര്യൻ, സൂര്യന്റെ വംശത്തിൽ ഉദ്ഭവിച്ചവൻ. രാവണനാശനം രാമം ദയാപരം, സേവക അഭീഷ്ടം സേവ്യം അനാമയം, തന്നെ സേവിക്കുന്നവരുടെ അഭീഷ്ടത്തെയൊക്കെ സാധിച്ചു കൊടുക്കുന്ന, സേവിക്കപ്പെടേണ്ട അനാമയം, അനാമയം യാതൊരു വിധത്തിലുള്ള ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്ന ആ ഭഗവാനെ ഭക്തി കൈക്കൊണ്ട് ഉമാദേവിയോടും വന്ന് ഭർഗനും സാക്ഷാൽ പരമശിവനും അപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാൻ. രാമായ ശക്തിയുക്തായ നമോ നമ, ശക്തിയായിട്ടുള്ള സീതാദേവിയോടുകൂടിയിരിക്കുന്ന ശ്രീരാമചന്ദ്രനായിട്ട് നമസ്കാരം. ശ്യാമള കോമളരൂപായ തേ നമ, കുണ്ടലീനാഥ തൽപ്പായ, കുണ്ടലീനാഥനായ അനന്തൻ തന്റെ തൽപ്പമായി കിടക്കയായിരിക്കുന്ന ഭഗവാന് നമസ്കാരം.
കുണ്ടലമണ്ഡിത ഗണ്ഡായ തേ നമ. തന്റെ കുണ്ടലങ്ങൾ കാതിലെ ആഭരണങ്ങളാൽ മണ്ഡിതം അലങ്കരിക്കപ്പെടുന്ന അതിന്റെ ആ പ്രഭ കൊണ്ട് ഗണ്ഡം കവിൾത്തടം ശോഭിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാരകിരീടധരായ, മാലയും കിരീടവും ധരിച്ചവനായ ഭഗവാനായിക്കൊണ്ട് നമോ നമഃ. ആദിമധ്യ അന്തഹീനായ, ഇതൊന്നുമില്ലാത്ത, ആദിയും മധ്യവും അന്തവുമില്ലാത്ത ഭഗവാന് നമസ്കാരം. വേദസ്വരൂപായ രാമായ തേ നമഃ. വേദാന്തവേദ്യായ, ഉപനിഷത്ത് വാക്യങ്ങളെ കൊണ്ടു മാത്രം അറിയപ്പെടുന്ന വിഷ്ണവേ തേ നമോ. വേദജ്ഞവന്ദ്യായ, വേദത്തെ അറിഞ്ഞ അവരാൽ വന്ദിക്കപ്പെടുന്ന നിത്യസ്വരൂപനായ തേ നമഃ. ചന്ദ്രചൂടൻ പുകഴ്ന്നോരു നേരം ഇങ്ങനെ പരമശിവൻ പുകഴ്ത്തിക്കഴിഞ്ഞപ്പോൾ വിബുധേന്ദ്രനും ദേവേന്ദ്രനും ഭക്തിയാ പുകഴ്ത്തിത്തുടങ്ങിനാർ. ബ്രഹ്മവരം കൊണ്ട് അഹങ്കൃതനായൊരു, ബ്രഹ്മാവിനാൽ വരം കൊടുത്തതിനാൽ അഹങ്കാരിയായ ദുർമതമേറിയ രാവണ രാക്ഷസൻ മത്പദമെല്ലാം അടക്കിനാൻ. എന്റെ പദം സ്വർഗലോകം വരെ അവൻ അടക്കി വെച്ചിരിക്കുകയായിരുന്നു ആ കശ്മലൻ. മാത്രമല്ല തൽപുത്രൻ, അവന്റെ പുത്രനായ ഇന്ദ്രജിത്ത് എന്നെ ബന്ധിച്ചു മഹാരണേ. ഒരു യുദ്ധത്തിൽ എന്നെ തോൽപ്പിച്ച് അവൻ എന്നെ ബന്ധിച്ചു. ത്വൽ പ്രസാദത്താൽ അവൻ മൃതനാകയാൽ, അവനിപ്പോൾ മരിച്ചതിനാൽ ഇപ്പോൾ എനിക്ക് ലഭിച്ചതു സൗഖ്യവും. എനിക്കിപ്പോഴാണ് മനസ്സിന് നല്ലൊരു സുഖമുണ്ടായത്. അന്നന്നിവണ്ണം ഓരോ തരം ആപത്ത് വന്നാൽ, ഓരോ സമയത്ത് ഓരോ തരത്തിലുള്ള ആപത്താണ്. അതായത് ഇവിടെ ഭൂമിയിൽ മാത്രമല്ല, സ്വർഗലോകത്തും ഈ ഒരു മായാലോകത്ത് ജീവിക്കുന്നവർക്കൊക്കെ ഇടയ്ക്കിടെ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ വരും. അപ്പോഴൊക്കെ ഭഗവാനെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ പുതിയ പുതിയ പരിഹാരങ്ങൾ ഭഗവാൻ കണ്ടെത്തിത്തരും. അതാണ് ഓരോ തരം ആപത്ത് വന്നാൽ അതും തീർത്ത് രക്ഷിച്ചുകൊള്ളുവാൻ ഇത്ര കാരുണ്യം ഒരുത്തർക്കുമില്ലെന്നത് ഉത്തമ പുരുഷ ഞാൻ പറയണമോ. ഇത്രയും കാരുണ്യം വേറെ ആരാണ് ഭഗവാനെ കാണിക്കുക? എല്ലാം ഭവത് കരുണാബലം എന്നീ മറ്റില്ലൊരാലംബനം നാഥ നമോസ്തുതേ. ഇത് കഴിഞ്ഞ് ആദിത്യ രുദ്ര വസു പ്രമുഖന്മാരും ആതിഥേയോത്തമന്മാരും അതുനേരം എല്ലാവരും എല്ലാ ദേവന്മാരും സ്തുതിച്ചു. ആശരവംശ വിനാശനനാകിയ ആ രാക്ഷസ വംശത്തെ മുഴുവൻ ഒടുക്കിയ ദാശരഥിയെ വെവ്വേറെ പുകഴ്ത്തിനാർ. യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ടാൻ അജ്ഞാനിയാകിയ രാവണ രാക്ഷസൻ. ഞങ്ങൾക്ക് ലഭിക്കാനുള്ള ഈ ദേവന്മാരാണ് യജ്ഞഭാഗം, അതായത് യജ്ഞം ചെയ്തതിന് ശേഷമുള്ള ആ ഒരു യജ്ഞശിഷ്ടം, അത് സേവിക്കേണ്ടവർ ദേവന്മാരാണ്. അതൊക്കെ ഈ രാവണ രാക്ഷസൻ അവന്റെ ഇഷ്ടത്തിനാക്കി കളഞ്ഞു. എന്നാൽ ഇപ്പോൾ ത്വത്കടാക്ഷത്താൽ അതൊക്കെ ലഭിച്ചിതു, ഞങ്ങൾക്ക് തിരിച്ചു ലഭിച്ചിരിക്കുന്നു. ദുഃഖവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ. ത്വത്പാദപത്മം ഭജിപ്പതിനെപ്പോഴും ചിത് പുരുഷപ്രഭോ നൽകിയിടനുഗ്രഹം, ഞങ്ങൾക്ക് അനുഗ്രഹം നൽകൂ ഭഗവാനെ. രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ തേ നമഃ. ഭക്ത്യാ പിതൃക്കളും ശ്രീരാമഭദ്രനെ ചിത്തമഴിഞ്ഞ് പുകഴ്ന്നു തുടങ്ങിനാർ. ദുഷ്ടനാം രാവണൻ നഷ്ടനായാനിന്ന്. ഇവിടെ പിതൃക്കളും ഒക്കെ ഭഗവാനെ സ്തുതിക്കുകയാണ്. ആ രാവണൻ കാരണം ഞങ്ങൾക്ക് കിട്ടേണ്ട യജ്ഞഭാഗമൊക്കെ ഇല്ലാതായിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ തുഷ്ടരായി വന്നിതു ഞങ്ങളും ദൈവമേ. പുഷ്ടിയും വാച്ചിതു ലോകത്രയത്തിങ്കൽ, ഈ 3 ലോകത്തിലും അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്നു. ഇഷ്ടിയുമുണ്ടായത് ഇഷ്ടലാഭത്തിനാൽ, ഇപ്പോൾ യാഗങ്ങളൊക്കെ തിരിച്ചു വന്നിരിക്കുന്നു. ഒരു തടസ്സവുമില്ലാതെ എല്ലാവർക്കും യാഗം ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ പിണ്ടോദകങ്ങൾ ഉദിക്കായ കാരണം ശരിയാവണ്ണം പിതൃക്കൾക്കുള്ള തർപ്പണമൊക്കെ നൽകാൻ സാധിക്കുന്നതിനാൽ ദണ്ഡവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ. ഞങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ ഇപ്പോൾ വളരെ കൃത്യമായി കിട്ടാൻ തുടങ്ങി. അപ്പോൾ യക്ഷന്മാരൊക്കെ സ്തുതിച്ചാൽ അനന്തരം രക്ഷോവിനാശനാകിയ രാമനെ. രക്ഷിതന്മാരായി ചമഞ്ഞിതു ഞങ്ങളും രക്ഷോവരനെ വധിച്ച മൂലം ഭവാൻ. പക്ഷീന്ദ്രവാഹന ഗരുഡവാഹന പാപവിനാശന രക്ഷ രക്ഷ പ്രഭോ നിത്യം നമോസ്തുതേ. ഇനി ഗന്ധർവസംഘവുമൊക്കെ സ്തുതിച്ചിതു പങ്ക്തികണ്ഠാ
പങ്ക്തികണ്ഠ അന്തകൻ, രാവണനെ കൊന്നവനെ ഭഗവാനെ, ആ ഭഗവാനെ നിരാമയം, ഒരു ദുഃഖവുമില്ലാതെ എല്ലാവരുടെയും ദുഃഖം തീർന്നിരിക്കുകയാണ്. അന്ധനാം രാവണൻ തന്നെ ഭയപ്പെട്ട് സന്തതം ഞങ്ങൾ ഒളിച്ചു കിടന്നതും, ഞങ്ങളൊക്കെ ഒളിച്ചു കളിക്കുകയായിരുന്നു ആ രാവണന്റെ കയ്യിൽ പെടാതിരിക്കാൻ. ഇന്ന് തുടങ്ങി തവ ചരിത്രങ്ങളും നന്നായി സ്തുതിച്ചു പാടിക്കൊണ്ട് അനാരതം. കാരണം ഗന്ധർവന്മാരുടെ പ്രധാന ഉത്തരവാദിത്വം ഇതുപോലെ ദേവന്മാരെ അതുപോലെ ഭഗവാനെയൊക്കെ സ്തുതിച്ച് നടക്കുകയാണ്. എന്നാൽ രാവണൻ അതൊക്കെ തടഞ്ഞിരിക്കുകയായിരുന്നു. ഇനി ഞങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാമല്ലോ, ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഇനി സഞ്ചരിക്കാം. ഇനി കാരുണ്യവാരിധേ നിൻ ചരണാംബുജം നിത്യം നമോ നമ. ഇനി കിന്നരന്മാരും പുകഴ്ന്നു തുടങ്ങിനാർ മന്നവൻ തന്നെ മനോഹരമാം വണ്ണം. ദുർനയമേറിയ രാക്ഷസരാജനെ കൊന്നുകളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ച നിന്നെ ഭജിപ്പാൻ അവകാശമുണ്ടായി. കിന്നരന്മാരും ഇതേപോലെ നൃത്തവും സംഗീതവും ഒക്കെ കൈകാര്യം ചെയ്യുന്നവരാണ്. ഭഗവാനെ, അങ്ങ് ഇപ്പോൾ ഞങ്ങൾക്ക് സുഗമമായി ഭജിപ്പാൻ അവകാശമുണ്ടായി വന്നതും നിന്നുടെ കാരുണ്യവൈഭവം. പന്നകതൽപ്പേ വസിക്കും ഭവത്പദം, അനന്തശായിയായിട്ടുള്ള ഭഗവാന്റെ ആ പദം വന്ദാമഹേവയം വന്ദാമഹേവയം. കിം പുരുഷന്മാർ പരംപുരുഷൻ പദം സംഭാവ്യ. ഇതേപോലെ മറ്റൊരു ദേവവർഗമാണ് കിം പുരുഷന്മാർ. അവർ ആ പരമപുരുഷന്റെ പദം സംഭാവ്യ, മനസ്സിൽ ഭാവിച്ചുകൊണ്ട് ഭക്ത്യാ പുകഴ്ന്നാരതിദ്രുതം. കമ്പിതന്മാരായി വയം, ഞങ്ങൾ ആകെ പേടിച്ചു വിറച്ചിരിക്കുകയായിരുന്നു പണ്ടൊക്കെ. ഭയം പൂണ്ടൊളിച്ചൻ പോറ്റി രാവണനെന്ന് കേൾക്കുന്നേരം. അമ്പരമാർഗേ നടക്കുമാറില്ലി, ഞങ്ങൾ ആകാശത്തേക്ക് വരാറേയില്ല. ഇനി നിൻ പാദപത്മം ഭജിക്കായി വരേണമേ. പക്ഷെ ഇനി ഞങ്ങൾക്ക് സ്വൈരമായി നടക്കാം. സിദ്ധസമൂഹവും അപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം അവരും അവരുടെ ആഗ്രഹം സാധിച്ചതിനാൽ ഭഗവാനെ പുകഴ്ത്തിത്തുടങ്ങിനാർ. യുദ്ധേ ദശഗ്രീവനെ കൊന്ന് ഞങ്ങൾക്ക് ചിത്തഭയം തീർത്ത കാരുണ്യവാരിധേ രക്ത അരവിന്ദാഭപൂണ്ട ഭവത്പദം. അങ്ങയുടെ ആ ചുവന്ന താമര പോലെയുള്ള പാദം നിത്യം നമോ നമോ നിത്യം നമോ നമഃ. വിദ്യാധരന്മാരും അത്യാദരം പൂണ്ടു ഗദ്യ പദ്യാദികൾ കൊണ്ടു പുകഴ്ത്തിനാർ. വിദ്വജ്ജനങ്ങൾക്കും ഉള്ളിൽ തിരിയാത, ജ്ഞാനികൾക്ക് പോലും പലപ്പോഴും ഭഗവാനെ അങ്ങയുടെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള തത്വാത്മനെ, തത്വമാണ് ഭഗവാൻ, തത്വസ്വരൂപനാണ്, അങ്ങനെയുള്ള പരമാത്മനെ തേ നമ. ചാരുരൂപം തേടും അപ്സരസാംഗണം, ചാരണന്മാർ, ഉരകന്മാർ, മരുത്തുക്കൾ, തുമ്പുരു, നാരദ, ഗുഹ്യക വൃന്ദവും അമ്പരചാരികൾ മറ്റുള്ളവർകളും. എന്തിനേറെ പറയുന്നു, ദേവലോകത്തിലുള്ള എല്ലാ മുനിമാരും അപ്സരസ്സുകളും ഉരകന്മാരും സിദ്ധ കിന്നരന്മാരും നാരദൻ, തുമ്പുരു തുടങ്ങിയ മുനിമാരും എല്ലാവരും വന്ന് ഭഗവാനെ സ്തുതിക്കുകയാണ്. തുഷ്ട്യാകണക്കെ വളരെ നേരം അവർക്ക് മതിയാകുന്നില്ല. സ്തുതിച്ചോരനന്തരം സ്പഷ്ടവർണോദ്യൻ മധുരപദങ്ങളാൽ സ്പഷ്ടമായിട്ടുള്ള അക്ഷരങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. രാമചന്ദ്ര അനുഗ്രഹേണ സമസ്തരും കാമലാഭേന നിജ നിജ മന്ദിരം പ്രാപിച്ചു താരക ബ്രഹ്മവും ധ്യാനിച്ചു. ഇങ്ങനെ തങ്ങളുടെ സന്തോഷം ഭഗവാനുമായി പങ്കിട്ടതിന് ശേഷം എല്ലാവരും തിരിച്ച് തങ്ങളുടെ മന്ദിരത്തിലേക്ക് പോയി. എന്നിട്ട് അവിടെ താരക ബ്രഹ്മമായ രാമരാമ മന്ത്രം ധ്യാനിച്ച് താപത്രയവും അകന്ന്, ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം, ഇങ്ങനെയുള്ള താപത്രയവും ഒക്കെ അകന്ന് വാണിയിടിനാർ. സച്ചിത് പരബ്രഹ്മപൂർണം ആത്മാനന്ദം അച്യുതം അദ്വയം ഏകം അനാമയം. സാക്ഷാത് പരബ്രഹ്മസ്വരൂപനെ ഭാവനയ ഭഗവത് പദാംഭോജവും സേവിച്ചിരുന്നാർ ജഗത്രയവാസികൾ. ഈ മൂന്ന് ലോകത്തിലുള്ള ആളുകളും സഗുണരൂപത്തിലുള്ള ഭഗവാനെയും നിർഗുണരൂപത്തിലുള്ള ഭഗവാനെയും പൂജിച്ചുകൊണ്ടിരുന്നു. സിംഹാസനോപരി സീതയാ സംയുതം സിംഹപരാക്രമം സൂര്യകോടിപ്രഭം സോദര വാനര താപസ രാക്ഷസ ഭൂദേവ വൃന്ദ നിഷേവ്യമാണം. സോദരന്മാരാലും വാനരന്മാരാലും രാക്ഷസന്മാരാലും താപസന്മാരാലും ബ്രാഹ്മണോത്തമന്മാരാലും സ്തുതിക്കപ്പെട്ടുകൊണ്ട് ആ പരമമായിട്ടുള്ള പരബ്രഹ്മസ്വരൂപനായ ശ്രീരാമചന്ദ്രൻ, പരം രാമം, അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രൻ
ആ ഭഗവാൻ ഇപ്പോൾ അഭിഷേക തീർത്ഥത്താൽ ആർദ്രമായിരിക്കുകയാണ്. ഭഗവാന്റെ ശരീരമൊക്കെ നനഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ വിഗ്രഹം, ആ സമ്പൂർണ്ണ രൂപത്തെ ശ്യാമളം കോമളം ചാമീകരപ്രഭം സ്വർണതുല്യം വെട്ടിത്തിളങ്ങുന്ന ചന്ദ്രബിംബ ആനനം, പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങുന്ന ഭഗവാന്റെ ആ മുഖം, ചാർവായത ഭുജം, നീണ്ട കൈകൾ, ചന്ദ്രിക മന്ദഹാസ ഉജ്ജ്വലം, നിലാവ് പൊഴിയുന്ന പുഞ്ചിരി, ഇങ്ങനെ ഉജ്ജ്വലമായിട്ടുള്ള രാഘവം ധ്യാനിപ്പവർക്ക് അഭീഷ്ടാസ്പദം കണ്ടു കണ്ട് ആനന്ദം ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും. ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ അങ്ങനെ അങ്ങ് ആവാഹിച്ചുകൊണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ, അയോധ്യാവാസികളും 3 ലോകത്തിലുള്ളവരും സന്തോഷമായിട്ടിരുന്നു. ഓം ശ്രീരാമചന്ദ്രായ നമഃ.